സംസാരത്തിലും പ്രസംഗത്തിലുമൊക്കെ നല്ല വാക്കുകളെ കൊണ്ടുവരാൻ പലരും ആഗ്രഹിക്കാറുണ്ട്. നല്ല വാക്കുകൾ ഒരു സുപ്രഭാതത്തിൽ ജനിക്കുന്ന ഒന്നല്ല. നല്ല വായന ഉണ്ടെങ്കിൽ, നല്ല കേൾവി ഉണ്ടെങ്കിൽ, പുതിയ പദപ്രയോഗങ്ങളെ കൃത്യമായി പറഞ്ഞാൽ വ്യത്യസ്തമായ വാക്കുകളെയൊക്കെ നമുക്ക് അവതരണത്തിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ പുതിയ വാക്കുകളെ സ്വയം സൃഷ്ടിക്കാൻ നമ്മൾ വായന തുടരുകയും അതുപോലെ നല്ലൊരു ശ്രോതാവായി മാറുകയും ചെയ്യുക. പുതിയ പദപ്രയോഗങ്ങൾ, പുതിയ ശൈലികൾ എവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ അതൊക്കെ തുടർന്നുള്ള നമ്മുടെ സംസാരത്തിലും അവതരണത്തിലും ബോധപൂർവം കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ബോധപൂർവം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവതരണത്തിൽ നവീനമായ പുതിയതായ ചില തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പലപ്പോഴും വാക്കുകൾ നമ്മൾ കോപ്പി അടിക്കുന്നത്, അനുകരിക്കുന്നതൊക്കെയാണ്. നമുക്ക് രണ്ട് ചെവിയും ഒരു നാവുമാണുള്ളത്. അപ്പോൾ നാവിനേക്കാൾ പ്രവൃത്തി ചെവിക്ക് ചെയ്യാനുണ്ട്. നല്ലൊരു ശ്രോതാവാകുമ്പോൾ പുതിയ വാക്കുകളും പ്രയോഗങ്ങളും നമുക്ക് കേൾക്കാനും അത് നമ്മുടെ സംസാര പദത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നല്ല ശ്രോതാവായി മാറുക. അതോടൊപ്പം തന്നെ നല്ലൊരു വായനക്കാരനുമായി മാറുമ്പോൾ പുതിയ പ്രയോഗങ്ങളിലൂടെ, പുതിയ പദങ്ങളിലൂടെ നമുക്ക് നമ്മുടെ അവതരണത്തെ മികച്ചതാക്കാൻ കഴിയും.